അടുത്ത സ്വാഭാവികമായിട്ടൊരു സംശയം വരും, വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് എനിക്ക് എത്ര പരീക്ഷകൾ എഴുതാനായിട്ട് പറ്റുന്നുള്ളത്. അതാണ് ഞാൻ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എക്സാം. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് എന്റെ പ്രായപരിധി ഞാൻ പറഞ്ഞത്. 10ാം ക്ലാസ് ആണ് അതിന്റെ യോഗ്യത പറയുന്നത്. ഇനി നിങ്ങൾ ഏകദേശം +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാം. 10 കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാം. ഇനി ITI ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എഴുതാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമും എഴുതാം. പക്ഷെ അവിടെ മാറ്റർ ചെയ്യുന്ന കേസ് ITI ഏത് ട്രേഡിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ട്രേഡുകാർക്കും റെയിൽവേയിൽ ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലിക്കോ സാധ്യതയില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡുകളുണ്ട്. നമ്മൾ മുന്നേ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏതൊക്കെ പോസ്റ്റുകൾക്ക് ഏതൊക്കെ ട്രേഡുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. NCVT SCVT സർട്ടിഫിക്കറ്റ് ഉള്ള ITI-കാരെയാണ് പൊതുവിൽ റെയിൽവേ പ്രിഫർ ചെയ്യുന്നത്. റെയിൽവേയുടെ വിജ്ഞാപനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന ട്രേഡുകളിൽ NCVT SCVT സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ITI ഉള്ള ആളുകൾക്ക് ഗ്രൂപ്പ് ഡി വേക്കൻസി കിട്ടും. ALP ഞാൻ നേരത്തെ കാണിച്ച 11,000 ചിലാൻ വേക്കൻസി ഉള്ള ALP നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ITI ഉണ്ടെങ്കിൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഞാൻ നേരത്തെ കാണിച്ച 6,000 ചിലാൻ വേക്കൻസി ഉള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ITI-കാർക്ക് പറ്റുന്ന പോസ്റ്റാണ്. അടുത്ത ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്, ഗ്രേഡ് 3 അല്ല. ലെവൽ 5 പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ലെവൽ 2 പോസ്റ്റാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാം ലെവൽ 6 പോസ്റ്റാണ്, അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്നത് +2 ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്നത് +2 ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു പരീക്ഷയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അതിലില്ലെങ്കിൽ അടുത്തത്, അങ്ങനെ പരീക്ഷകൾ കിടക്കുകയാണ് ഒരു വർഷം. ഈ പറഞ്ഞ 9 പരീക്ഷകൾ എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഡിഗ്രി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉണ്ടെങ്കിൽ സെക്ഷൻ കൺട്രോളർ എക്സാമും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വർഷം ലഭിക്കുന്ന എത്ര അവസരമാണ്? 1, 2, 3, 4 എക്സാംസ് നിങ്ങൾക്ക് ഒരു വർഷം കിട്ടും. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് വലിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ അത്രയും വർഷം അല്ലെ, ഓരോ വർഷം അത്രയും ഒഴിവുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോലി കിട്ടും. ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി NTPC ഗ്രാജുവേറ്റ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് സെക്ഷൻ കൺട്രോളർ പരീക്ഷയ്ക്കൊക്കെ അല്ലേ ഓൾമോസ്റ്റ് കുറേ സിലബസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക മാത്സ് ആണ്, റീസണിംഗ് ആണ്. NTPC-യിൽ GK പഠിക്കാനുണ്ടാവും, ഗ്രൂപ്പ് ഡിയിലും GK സയൻസും പഠിക്കാനുണ്ടാവും. സെക്ഷൻ കൺട്രോളറിൽ മാത്സ് റീസണിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിലബസ് ഏറെക്കുറെയൊക്കെ സെയിം ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ 4 പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കയറിപ്പോവാം. ഇനി ഏറ്റവും കൂടുതൽ അവസരം വർഷാവർഷം റെയിൽവേയിൽ കിട്ടുന്ന ഒരു കൂട്ടരാണ് ബിടെക്കുകാർ. ഇപ്പോൾ ബിടെക്കുകാർക്ക് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാം. +2 ഉണ്ടെങ്കിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. ഡിഗ്രി ആയതുകൊണ്ട് തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാം അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാം. ബിടെക് കയ്യിലുള്ള ഒരാൾക്ക് ഒരു വർഷം വിളിക്കുന്ന 9 റെയിൽവേ പരീക്ഷകളിൽ 7 പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. 7 അവസരങ്ങൾ റെയിൽവേയിൽ ജോലി നേടാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്.